വെള്ളത്തിലലിയുന്ന രാസവളങ്ങളിൽ ഏകദേശം ഒരു 7 എണ്ണം പ്രധാനപ്പെട്ടതാണ് കർഷകർ വിവിധ വിളകൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു വളമാണ് കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ വളം. കാൽഷ്യം നൈട്രേറ്റിൽ അടങ്ങിയിട്ടുള്ളത് 15.5% നൈട്രേനും 18.8 കാൽസ്യം ഓക്സൈഡും അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് കാൽസ്യം നൈട്രേറ്റ്. ഇതാണ് വളം, കാൽസ്യം നൈട്രേറ്റ് വളം. ഇത് 100% വെള്ളത്തിൽ അലിയുന്ന വളമാണ്. 15.5% നൈട്രജൻ, പിന്നെ അമോണിക്കൽ നൈട്രജൻ 1.1% ഉണ്ട്. നൈട്രജൻ 14.4% ഉണ്ട്. അതുപോലെ കാൽസ്യം, വാട്ടർ സോലുബിൾ കാൽസ്യം 18.8. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ രൂപം. 18.8% കാൽസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ മണ്ണിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് കാൽസ്യം നൈട്രേറ്റ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരിക്കുന്ന ഈ അതികഠിനമായ വർഷം മൂലം, അതുപോലെ ഈ അതിവൃഷ്ടി മൂലം പല കർഷകരുടെ പാടങ്ങളിൽ, കൃഷി സ്ഥലങ്ങളിൽ വെള്ളം നിന്ന് അത് ഞാറ് ഒരു പകുതി നശിച്ചു പോയിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇതിനെ റിജുവിനേറ്റ് ചെയ്യാൻ, ഇതിനെ ഒന്ന് നന്നായി പൊക്കിയെടുക്കാൻ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ കാൽസ്യം നൈട്രേറ്റ്. വളരെ ചീപ്പായിട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അധികം വിലയൊന്നുമില്ല. ഏകദേശം 140 രൂപ 1 കിലോഗ്രാമിന് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. 300 ഗ്രാം മതി. 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതി. 300 ഗ്രാം 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം പെട്ടെന്ന് തന്നെ ഇംബൈബ് ചെയ്യും ചെടി. അതും കൂടാതെ നൈട്രേൻ്റെയും കൂടി സാന്നിധ്യം വരുമ്പോൾ ചെടികൾ പെട്ടെന്ന് തന്നെ ഇലകൾ വീണ്ടും കരുത്താർജിക്കും. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനം. ഇത് ഇപ്പം നെല്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൻ്റെ നഴ്സറിയിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ്. ഏകദേശം ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞളിപ്പ് വരാൻ സാധ്യതയുണ്ട്. മറ്റേ നഴ്സറിയിൽ, അത് ഞാറ്റടിയിൽ. അതിൽ നമുക്ക് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം. അതുപോലെ തന്നെ മറ്റേ പച്ചക്കറികളിൽ ഇതുപോലെ തന്നെ ഒരു മഞ്ഞളിപ്പ്, അതായത് മണ്ണിലെ അമ്ലത കൂടുമ്പോൾ മഞ്ഞളിപ്പ് വരും. ഒരു ഇലകളിലൊക്കെ അരികൊക്കെ മഞ്ഞളിച്ച് വരിക, ഇലകളുടെ അറ്റം കരിഞ്ഞു വരിക. ഇതിനൊക്കെ ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് കാൽസ്യം നൈട്രേറ്റ്. 3 ഗ്രാമാണ് ഇതിൻ്റെ കണക്ക്. 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം. വാഴയിൽ വെള്ളക്കൂമ്പ് വരുന്നത്, അതായത് പ്രത്യേകിച്ച് ചെങ്ങാലിക്കോടൻ വാഴകളിലൊക്കെ കൂടുതൽ ഒരു പക്ഷേ നൈട്രേൻ്റെ അപ്ലിക്കേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നതാണ് വെള്ളക്കൂമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. വെള്ളക്കൂമ്പ് വിരിയാതെ നിൽക്കുക. ഇങ്ങനെയുള്ള അവസ്ഥാന്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന, സ്പ്രേ ചെയ്യാവുന്ന ഒരു വളമാണ് കാൽസ്യം നൈട്രേറ്റ്. വാഴയിലാണെങ്കിൽ 5 ഗ്രാം വരെ ഉപയോഗിക്കാം. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വെള്ളക്കൂമ്പിന് ഒരു വലിയ പരിഹാരമാവും. ഇതാണ് ഏറ്റവും നല്ല ഒരു വളമാണ്. വിവിധങ്ങളായ കാർഷിക വിളകളിൽ ഇപ്പോൾ കർഷകർ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വളമാണ്. നഴ്സറി മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളമാണ് കാൽസ്യം നൈട്രേറ്റ്. പ്രത്യേകിച്ച് നഴ്സറി ചെടികളിലൊക്കെ, ചെറിയ ചെടികളിൽ തന്നെ ഈ മഞ്ഞളിപ്പ് വരുന്ന ഒരു അവസ്ഥ വിശേഷമുണ്ട്. നൈട്രേറ്റിൻ്റെ കുറവും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കുറവും വരുമ്പോൾ ഇതുപോലെ മഞ്ഞളിപ്പ് വരും. ഇതിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു വളമാണ് കാൽസ്യം നൈട്രേറ്റ്. ഇത് ധാരാളം കർഷകർ വിവിധ വിളകൾക്കായി ഉപയോഗിച്ചു വരുന്നു. നല്ല റിസൾട്ടാണ് ലഭ്യമാകുന്നത്. ഒരു മണി രൂപത്തിലുള്ള, ഇതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ മണി രൂപമാണ്. ചെറിയ ചെറിയ മണികളാണ്. അത് വെള്ളത്തിലിട്ടാൽ എളുപ്പത്തിൽ അലിഞ്ഞു പോകും, വെള്ളത്തിൽ അലിഞ്ഞു പോകും. അതാണ് സ്പ്രേ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് കാൽസ്യം നൈട്രേറ്റ്. അടുത്ത വളമാണ് 19-19-19 എന്ന് പറഞ്ഞത്. ഇത് കർഷകർക്ക്, ഇത് ഇന്നിപ്പോൾ എല്ലാ കൃഷിക്കാർക്കും ഇതിനെക്കുറിച്ച് നല്ലൊരു ഗ്രാഹ്യമുണ്ട്. 3-19 ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വളമാണ്. ബാസ്ഫോളിയ 19-19 ഇത് പുറത്തുനിന്ന് വരേണ്ടതാണ്, ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് ഇത് കുറച്ച് വില കൂടുതലാണ്, പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി. ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ഇറക്കുന്നുണ്ട്. അതാകുമ്പോൾ 10 ഗ്രാം ഉപയോഗിക്കേണ്ടത് ഇത് 5 ഗ്രാം മതി. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് വളരെ എഫക്റ്റീവാണ്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അറിയുന്ന കർഷകരെല്ലാം
ബാസ്ഫോളിയാർ 19 ഉണ്ടോ എന്നാണ് ചോദിക്കാറ്. ബാസ്ഫോളിയാർ 19 ഈ 19 എന്ന് പറയുന്നത് ഇതിൽ 19% നൈട്രജൻ, 19% ഫോസ്ഫറസ്, 19% മറ്റേ പൊട്ടാസ്യം, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു സമീകൃതമായിട്ടുള്ള ഒരു ഇതാണ് എല്ലാ വളങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ള ഒരു വളമാണ് 319. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കർഷകർ ഇന്ന് നെൽകൃഷിയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. നെൽകൃഷിയിൽ ഒരു 30 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രേയിങ് കൊടുക്കുകയാണെങ്കിൽ നെല്ലിൻ്റെ വളർച്ചേനെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട് നെൽകൃഷിയിൽ. അതുപോലെ തന്നെ പച്ചക്കറികൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു 25-30 ദിവസം കഴിഞ്ഞ് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും. ഇൻഡോർ പ്ലാന്റ്സിലും ചെറിയ തോതിൽ ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സൊക്കെ നല്ല കരുത്തായിട്ട് വളരുന്നത് കാണാം. ഈ ഗ്രോത്തിന് ഒരു ക്ഷീണം വരില്ല. ഇത് വിഷമൊന്നുമല്ല. ഇത് എത്ര വർഷം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിന് അങ്ങനെ ഒരു പീരീഡൊന്നുമില്ല, അതായത് എക്സ്പയറി പീരീഡ് ഇല്ല. ഇത് നല്ല രീതിയിൽ ഇത് പാക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ, കുപ്പികളിൽ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. 319 അടുത്ത ഒരു ഗ്രേഡാണ് 320. ഇതും അമേരിക്കയിലൊക്കെ ഇതിന് മാജിക് ഫെർട്ടിലൈസർ എന്നാണ് പറയുക. 20-20-20 അതിൽ 20% നൈട്രജൻ, 20% ഫോസ്ഫറസ്, 20% പൊട്ടാഷ്യം ഉണ്ട്. ഇതും വളരെ എഫക്റ്റീവാണ് 20-20-20. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് 19 കുറിച്ചിട്ടാണ് കൂടുതൽ താല്പര്യം. കടകളിൽ വന്നു കഴിഞ്ഞാൽ 19 ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 20-20 കാര്യമായിട്ട് ഇവിടെ നമ്മൾ വെച്ചെങ്കിലും കാര്യമായിട്ട് കർഷകർ അത് ചോദിക്കാത്തതുകൊണ്ട് അതിപ്പോൾ ഞങ്ങൾ വരുത്തുന്നില്ല. പക്ഷേ ലഭ്യമാണ്. 20-20-20 കൂടുതൽ എഫക്റ്റീവാണ്. 19-19 കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള വളമാണ്. അതിലും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യമാണ് അടങ്ങിയിട്ടുള്ള സമീകൃത വളമാണ്. ഒരു മിക്സറല്ല, ഒരു കോംപ്ലക്സ് ഫെർട്ടിലൈസറിൻ്റെ ഗുണം ചെയ്യും. 200 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള, അല്ലെങ്കിൽ പുറത്തുനിന്ന് തന്നെ ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫെർട്ടിലൈസർ, ഇപ്പോൾ വെസ്റ്റ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ പുറത്തുനിന്നാണ് വരുത്തുന്നത്. സൗദി അറേബ്യയിൽ നിന്നാണ് കൂടുതലും വളങ്ങൾ അവർ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ പാക്ക് ചെയ്യുകയാണ്. അതിൽ 200 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോഗ്രാം 19 കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള വളങ്ങൾ വാങ്ങിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സ്പ്യൂരിയസ് വളങ്ങളുണ്ട്. ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അലിഞ്ഞു പോകും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. വെള്ളത്തിലിട്ട് പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ അത് ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഗുണനിലവാരം. ഒരു സാധാരണ കർഷകന് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നത്. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാലത്ത് സ്പ്രേ ചെയ്യാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. നെൽകൃഷിയിൽ ആണെങ്കിൽ ഏത് കൃഷിയിലാണെങ്കിലും അധികാലത്ത് സ്പ്രേ ചെയ്യണം. ഒരു 9 മണിക്കുള്ളിൽ സ്പ്രേ ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മഞ്ഞുവെള്ളം ഉണ്ടെന്നുള്ള കർഷകനൊരു സംശയമുണ്ട്. മഞ്ഞുവെള്ളം ഉണ്ടായിക്കോട്ടെ, എന്നാലും അത് സ്പ്രേ ചെയ്യാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം. ഈ വളങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മണ്ണിന് നനവില്ലെങ്കിൽ ഇത് ചെടി വലിച്ചെടുക്കില്ല. മണ്ണിന് നനവ് വേണം. അപ്പോൾ രാത്രി നനയ്ക്കണം. ചെടി നല്ലവണ്ണം നനച്ചിട്ട് അധികാലത്ത് സ്പ്രേ ചെയ്യുമ്പോൾ ചെടികളിൽ വളരെ എളുപ്പത്തിൽ ഈ വളങ്ങൾ കയറും.